ഹായ് മക്കളെ, എല്ലാ കുഞ്ഞുമക്കൾക്കും കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ലൈവ് ഇന്ററാക്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം M4 ടെക്കിന്റെ സ്വന്തം മെന്റബിലേക്ക് വാം വെൽക്കം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 CBSE ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ്, പല കൊല്ലങ്ങളായിട്ട് പല ഇയേഴ്സ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടൈം ഒട്ടും കളയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് is a widely accepted strategy for judicious use of resources. ക്ലാസ് എടുത്ത ടൈമിലൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു വേർഡ് ആയിരിക്കും ജുഡീഷ്യസ് യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിനെ എങ്ങനെ യൂസ് ചെയ്യണം? ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലേ? സോ പ്ലാനിംഗ് is a widely accepted strategy for judicious use of resources in a country like India. Justify the statement with 2 relevant points and examples. So examples അതേപോലെ തന്നെ റെലവന്റ് പോയിന്റ്സും വെച്ച് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യുക? ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സസിന്റെ യൂസേജ് ജുഡീഷ്യസ് ആയിട്ട് നടത്താൻ പറ്റും, അല്ലെ? വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. 2012 2014 2015 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. സോ നമ്മളൊരു സ്റ്റാർട്ടിംഗ് സെന്റൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ഇന്ത്യ ഹാസ് ഇനോമസ് ഡൈവേഴ്സിറ്റി ഇൻ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിന്റെ അവൈലബിലിറ്റിയിൽ ഇന്ത്യ വളരെ ഡൈവേഴ്സ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇന്ത്യയുടെ ഫിസിക്കൽ ഡൈവേഴ്സിറ്റി. അവിടെ റിസോഴ്സസ് എന്ന് പറയുന്ന വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെ? ത്രൂ പ്ലാനിംഗ്, regions which have shortage of vital resources and those having adequate quantities receive equal attentions. എല്ലായിടത്തും റിസോഴ്സസ് ഒരുപോലെയാണോ? അല്ല. ചില സ്ഥലത്ത് കൂടുതൽ റിസോഴ്സ് ഉണ്ടാവും, ചില സ്ഥലത്ത് കുറവ് റിസോഴ്സ് ഉണ്ടാവത്തുള്ളൂ. സോ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, ഇപ്പോൾ കുറവ് റിസോഴ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. കൂടുതൽ റിസോഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് പ്ലാൻ ചെയ്യേണ്ടത് ഡിഫറെന്റ് ആണ്. സോ ഫ്യൂച്ചർ ജനറേഷനും കൂടി നമ്മൾ കൺസേർവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമുക്ക് റിസോഴ്സസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക? ഓഫ് കോഴ്സ് പ്ലാനിങ് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒത്തിരി പഠിച്ചൊരു സെന്റൻസ് ഉണ്ട്. There are regions which are rich in certain type of resources but are deficient in some other resources. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. ചില സ്ഥലത്ത് കൂടുതൽ റിസോഴ്സസ് ഉണ്ടാവും, ചില സ്ഥലത്ത് കുറവായിരിക്കും റിസോഴ്സസ് ഉണ്ടാവാം. എക്സാമ്പിൾ, അരുണാചൽ പ്രദേശ് has abundance of water but lacks in infrastructure development. അരുണാചൽ പ്രദേശിൽ നല്ലോണം വാട്ടർ ഉണ്ട്, അല്ലെ? ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്. The states of Jharkhand and Chhattisgarh and Madhya Pradesh are rich in minerals and coal deposit. Okay, അപ്പോ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അവിടെ നല്ല രീതിയിൽ കോൾ ഡെപ്പോസിറ്റ്, കോൾ എന്ന് പറയുന്ന മിനറൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? Then there are some regions which have acute shortage of some vital resources. ചില സ്ഥലങ്ങളിൽ റിസോഴ്സസ് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. The state of Rajasthan is well endowed with solar and wind energy but lacks in water resources. രാജസ്ഥാന്റെ സ്പെഷ്യാലിറ്റി എന്താ? രാജസ്ഥാനിൽ നമുക്ക് വിൻഡ് എനർജി നല്ല രീതിയിലുണ്ട്, സോളാർ എനർജി നല്ല രീതിയിലുണ്ട്, ആ റിസോഴ്സസ് വളരെ കൂടുതലാണ്, പക്ഷെ വാട്ടർ ഇല്ല. അപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ കുറച്ച് റിസോഴ്സസേ ഉണ്ടാവത്തുള്ളൂ. സോ അത്തരം സിറ്റുവേഷൻസിൽ കോഷ്യസ് ആയിട്ട് പ്ലാനിങ്ങോട് കൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിസോഴ്സസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ജുഡീഷ്യസ് യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസോഴ്സസിനെ കൺസേർവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ പോയിന്റ്സും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളുടെ ആൻസറിനെ ഫ്രെയിം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ കുഞ്ഞുമക്കളും ആ ഒരു ഫ്രെയിം വർക്കിൽ തന്നെ ആൻസർ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. Then second question നമുക്ക് നോക്കാം. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, what is sustainable development? Why is it essential for development? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് 2010 2011 2014 2019 2020 ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? മൈൻഡിലേക്ക് പെട്ടെന്ന് എന്ത് വരും? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. Okay, so sustainable development means development should take place without damaging the environment and development in the present should not compromise with the needs of the future generations. അല്ലേ? Development means എന്താ?
should take place without damaging the environment. Environment പ്രശ്നങ്ങളില്ലാതെ ഡെവലപ്മെന്റ് നടക്കണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലേ? And the development in the present should not compromise with the needs of the future generations. നമ്മളുടെ ഫ്യൂച്ചറിനും കൂടി വേണ്ടി നമ്മൾ റിസോഴ്സസ് എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യണം. അവരുടെ നീഡ്സ് കോംപ്രമൈസ് ചെയ്തിട്ട് ആവരുത് നമ്മളുടെ ഗ്രോത്ത് അല്ലേ? സോ ഒരു ഇനി നോർമൽ ഡെവലപ്മെന്റ് ഇല്ല, ഇനിയുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സോ നീഡ് ഫോർ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഓർ നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് ആൻസർ എഴുതാം. 1 by 1 ആയിട്ട് NCERT ക്ലിയർ കട്ട് ആയിട്ട് പറയുന്ന ഓരോ പോയിന്റും പിക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് വൺ, റിസോഴ്സസ് ആർ വൈറ്റൽ ഫോർ എനി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി. റിസോഴ്സ് ഇല്ലാതെ ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും നടക്കില്ല അല്ലെ? ആൻഡ് ദ ഇറാഷണൽ കൺസെപ്ഷൻ ആൻഡ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മേ ലീഡ് ടു സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. എന്താ പ്രശ്നം? തോന്നിയതുപോലെ നമ്മളുടെ നാട്ടുകാർ റിസോഴ്സസിനെ യൂസ് ചെയ്യണം അല്ലെ? റാഷണൽ കൺസെപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നു. അത് തന്നെ വളരെ വലിയ പ്രശ്നമാണ്. ഓക്കെ, സോ ആ ഒരു ഇറാഷണൽ കൺസെപ്ഷൻ അല്ലെങ്കിൽ ഓവർ യൂട്ടിലൈസേഷൻ ഇതൊക്കെ കാരണം ഒത്തിരി എൻവയോൺമെന്റൽ പ്രോബ്ലംസ് നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട്. Then indiscriminate exploitation of resources led to global ecological crisis such as global warming, environmental pollution. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ്. ഓരോ ആളുകളും നമ്മളെ ഓരോ ഹ്യൂമൻസും അവർക്ക് തോന്നിയതുപോലെ റിസോഴ്സസിനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, ഒരുപാട് ഗ്ലോബൽ എക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. സോ ആ ഒരു പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. Then fourth one, the greedy and selfish individuals and exploitative nature of modern technology is the root cause of resource depletion at global level. നമ്മളുടെ എക്സ്പ്ലോയിറ്റേഷൻ മെന്റാലിറ്റി തന്നെയാണ് ഒരു തരത്തിൽ നമ്മളുടെ റിസോഴ്സസിനെ മുഴുവൻ ഓവർ യൂട്ടിലൈസ് ചെയ്ത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മൾ നശിപ്പിച്ചു കളയുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഫ്യൂച്ചർ ജനറേഷന് പോലും റിസോഴ്സ് ഇല്ലാതെ മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സസ്റ്റൈനബിൾ രീതിയിൽ തന്നെ വിതൗട്ട് ഹാർമിംഗ് ദ എൻവയോൺമെന്റ് നമുക്കൊരു പ്ലാനിംഗ് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇഫ് ദ പ്രസന്റ് ട്രെൻഡ് ഓഫ് റിസോഴ്സ് ഡിപ്ലീഷൻ ബൈ എ ഫ്യൂ ഇൻഡിവിജ്വൽസ് ആൻഡ് കൺട്രീസ് കണ്ടിന്യൂസ്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ പ്ലാനറ്റ് ഡേഞ്ചറിലേക്ക് തന്നെ പോകും. സോ ആ ഒരു റിയാലിറ്റിയിലാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇംപ്രസീവ് ആൻസർ തന്നെയാണ്. മാക്സിമം സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 1 by 1 ആയിട്ട് ഓരോ പോയിന്റും നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസറിനെ ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്? റെഡിയാണോ? Third question, third important repeated question, why is it essential to have resource planning? എന്തിനാണ് resource planning? എന്തിനാണ് resource planning? Explain any three reasons. 2017 ചോദിച്ചിരിക്കുന്നു. Then what are the 3 stages of resource planning in India? ഇന്ത്യയിലെ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? 2012 2011 ചോദിച്ചിരിക്കുന്നു. Okay, then explain resource planning. What are the steps involved in resource planning? Look at the question. Same question, different style ചോദിച്ചിരിക്കുകയാണ്. What is resource planning? Why is resource planning essential? Explain it with 3 reasons. 2015 ചോദിച്ചിരിക്കുന്നു. സോ റിസോഴ്സ് പ്ലാനിംഗ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത്തവണത്തെ ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ റിസോഴ്സ് പ്ലാനിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തവണത്തെ ബോർഡ് എക്സാമിന് പോകാനായിട്ട്. നമുക്ക് നോക്കാം, ആൻസർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? Resource planning is a procedure of proper utilization of resources. Okay, it reduces wastage of resources and promote sustainability. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് തന്നെയാണിത്. റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളുടെ വേസ്റ്റേജ് ഒക്കെ കുറച്ച് ഒരു പ്രോപ്പർ സസ്റ്റൈനബിൾ മാനറിൽ നമ്മൾ റിസോഴ്സസിനെ യൂസ് ചെയ്തെടുക്കുക. ആൻഡ് റിസോഴ്സ് പ്ലാനിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ആ പോയിന്റ്സ് 1 by 1 ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, 3 points are there. Look at the points. Resources in India are not evenly distributed. Some parts of the country are rich in one resource but deficient in other resources which are essential. നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ട അതേ ഫോർമാറ്റിൽ തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ കൺട്രിയിൽ ചില സ്ഥലങ്ങളിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ കുറച്ച് റിസോഴ്സസ് ആണ് ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് പ്രസന്റ് ഇൻ അവർ എൻവയോൺമെന്റ് ആർ ലിമിറ്റഡ്. അതൊരു റിയാലിറ്റി അല്ലേ? നമ്മളുടെ ചുറ്റുമുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് തന്നെയാണ്. ഓക്കെ, then therefore if these resources are not preserved or not used rationally, we will be in great trouble.
നമ്മൾ പ്രോപ്പർ ആയിട്ട് റിസോഴ്സസിനെ യൂസ് ചെയ്തില്ല എങ്കിൽ വളരെ വലിയ ട്രബിളിലേക്കൊക്കെ നമ്മൾ പോകും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയുന്നത് റിസോഴ്സ് പ്ലാനിങ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വിതൗട്ട് പ്ലാനിങ് നമുക്ക് ഒരിക്കലും ജുഡീഷ്യസ് യൂസ് ഓഫ് റിസോഴ്സസ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് നമുക്ക് റിസോഴ്സസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ പ്ലാനിങ് ഇല്ല എങ്കിൽ ഓഫ് കോഴ്സ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും, ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നടക്കും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ്, ആ ഒരു പെർസ്പെക്റ്റീവിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ എല്ലാ കുഞ്ഞുമക്കൾക്കും സാധിക്കണം. ആൻഡ് റിസോഴ്സ് പ്ലാനിങ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റിസോഴ്സ് പ്ലാനിങ് ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് മിനിമൈസസ് ദ വേസ്റ്റേജ് ആൻഡ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, വേസ്റ്റേജ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നു. എന്തൊക്കെയാണ് റിസോഴ്സ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സും കൂടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇൻവെന്ററി ഓഫ് റിസോഴ്സസ്. ആദ്യം റിസോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം, എവിടെയാണെന്ന് നോക്കണം, ഇൻവെന്റ് ചെയ്യണം. കൺട്രിയുടെ ഏത് ഭാഗത്താണ് റിസോഴ്സ് ഉള്ളത് ആ ഒരു കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ? ഇവോൾവ് എ പ്ലാനിങ്. വെറുതെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, ഒരു പ്ലാനിങ് നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് വേണം. ദെൻ we need to use an appropriate technology. നല്ലൊരു ടെക്നോളജി യൂസ് ചെയ്യണം. നമ്മുടെ സ്കില്ല്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്, ഇതൊക്കെ വെച്ച് ആ റിസോഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, യൂസ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കണം. ദെൻ നമ്മൾ നോർമലി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഫ്രെയിം ചെയ്ത പ്ലാൻ അത് മാച്ച് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻ വിത്ത് ദ ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ. ഓവറോൾ കൺട്രിയുടെ പ്ലാൻ ആയിട്ട് അത് മാച്ച് ചെയ്യണം. നമ്മൾ വെറുതെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, നാഷണൽ പ്ലാനുമായി നമ്മളുടെ പ്ലാൻ മാച്ച് ചെയ്യണം. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് വൺ എന്താ? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇൻവെന്ററി ഓഫ് റിസോഴ്സസ്. ദെൻ ഇവോൾവ് പ്ലാനിങ്. ദെൻ നമ്മൾ ഇവോൾവ് ചെയ്ത പ്ലാൻ എന്ത് ചെയ്യണം? നാഷണൽ പ്ലാനുമായിട്ട് മാച്ച് ചെയ്യണം. സോ അത് സ്റ്റെപ്സ് ഓഫ് റിസോഴ്സ് പ്ലാനിങ് പലതവണ എക്സാമിന് ചോദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് ആ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഖാദർ ആൻഡ് ബാങ്കർ സോയിൽ. സോയിലിന്റെ ഫീൽഡിൽ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പല രീതിയിലും, ഇപ്പൊ അലൂവിയൽ സോയിൽ ആയാലും ബ്ലാക്ക് സോയിൽ ആയാലും റെഡ് സോയിൽ ആയാലും ഒക്കെ സോയിൽ പോർഷനിൽ നിന്ന് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് പലതവണ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സോയിൽ ഏരിയ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ബോർഡ് എക്സാമിന് പോകാനായിട്ട് പാടില്ല. ഓക്കെ, സോ ദെൻ ഹൗ ആർ അലൂവിയൽ സോയിൽ ഫോംഡ്? ഹൗ ഇസ് ബാങ്കർ ഡിഫറെന്റ് ഫ്രം ഖാദർ? ഓൾഡ് അലുവിയൽ സോയിൽ ആൻഡ് ന്യൂ അലുവിയൽ സോയിൽ പല തവണയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മെന്റബിയുടെ ക്ലാസ്സുകളിലൊക്കെ സാറ് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ബാങ്കറും ഖാദറും. അത് പലതവണ ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2012 2017 ചോദിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് സീ ആ ഒരു കമ്പാരിസൺ. അതൊരു ടേബിൾ വരച്ച് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് പറ്റണം. അതോടൊപ്പം തന്നെ ഒരിക്കലും മാറിപ്പോകരുത്. ഖാദറിന്റെ പ്ലേസിൽ കൊണ്ടുപോയി ബാങ്കർ എഴുതി വെക്കുക, ബാങ്കറിന്റെ അവിടെ കൊണ്ടുപോയി ഖാദർ എഴുതി വെക്കുക. ഇതാണ് എപ്പോഴും പറ്റുന്ന ഒരു പ്രോബ്ലം. എല്ലാ കുഞ്ഞുമക്കൾക്കും പറ്റുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ഓക്കെ, സോ എന്താണ് ഖാദർ? ഇറ്റ്സ് എ ന്യൂ അലൂവിയൽ സോയിൽ. ഓക്കെ, ബാങ്കറോ ഓൾഡ് ആണ്. ഓക്കെ, ഖാദർ ന്യൂ, ബാങ്കർ ഓൾഡ്. അത് മാറിപ്പോകരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് മാറിപ്പോകലാണ്. ഏതാണ് ന്യൂ, ഏതാണ് ഓൾഡ്, ഇത് മാറിപ്പോകലാണ് എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് മുൻപേ മെന്റബിയുടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യം, പഴയ ബാറ് പുതിയ കാറ് അല്ലെ, പഴയ ബാറ് വിച്ച് മീൻസ് ഓൾഡ് ഈസ് ബാങ്കർ, പുതിയ കാറ് ന്യൂ കാർ, ന്യൂ ഇസ് ഖാദർ. അങ്ങനെ കണക്ട് ചെയ്ത് മറക്കാത്ത രീതിയിൽ ഖാദറും ബാങ്കറും പഠിക്കുക. ആൻഡ് ഖാദറിൽ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് കാങ്കർ നോഡ്യൂൾസ്, കാൽഷ്യം നോഡ്യൂൾസ് അല്ലെങ്കിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് വളരെ കുറവാണ്, ലോവർ കോൺസെൻട്രേഷൻ ആണ്. ബട്ട് ബാങ്കറിൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് കാങ്കർ നോഡ്യൂൾസ്. ഓക്കെ, ആൻഡ് ഖാദർ ഫൈൻ പാർട്ടിക്കിൾസ് ആണ്, ആൻഡ് ബാങ്കറിൽ ലെസ് ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആൻസറിനെ ഫ്രെയിം ചെയ്തെടുക്കണം. ആൻഡ് ഖാദർ is more fertile, Bangar is less fertile. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. Old alluvial soil and new alluvial soil proper ആയിട്ട് കമ്പയർ ചെയ്യുക ഖാദർ ആൻഡ് ബാങ്കർ. Then distinguish between red and laterite soils. ഇതും സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡ് സോയിലും ലാറ്ററൈറ്റ് സോയിലും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ചിലപ്പോൾ ബ്ലാക്ക് സോയിലും റെഡ് സോയിലും ചോദിക്കാം, അലൂവിയൽ സോയിലും മൗണ്ടൈൻ സോയിലും ചോദിക്കാം, ഫോറസ്റ്റ് സോയിലും ചോദിക്കാം. സോ ഇങ്ങനെ സോയിൽ റീജിയനിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കണം. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് സോയിൽ റീവൈൻഡ് ചെയ്തിട്ട് വേണം ഇത്തവണത്തെ ബോർഡ് എക്സാമിന് പോവാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് സീ
റെഡ് സോയിൽ ലാറ്ററൈറ്റ് സോയിൽ. ഡിസ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ടേബിൾ വരച്ച് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതെല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരരുത്. റെഡ് സോയിൽ റെഡ് കളറിന്റെ റീസൺ എന്താണ്? ലാറ്ററൈറ്റ് സോയിൽ അത് കേരളമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ലാറ്ററൈറ്റ് സോയിലിന്റെ ഫെർട്ടിലിറ്റി എങ്ങനെയാണ്? റെഡ് സോയിലിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? റെഡ് കളർ പ്രസൻസ് എന്താണ്? എന്തുകൊണ്ടാണ് റെഡ് കളർ വരുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ആൻസറിൽ കൃത്യമായിട്ട് വേണം. ആ ഏരിയാസും കൂടി നോക്കാനായിട്ട് എല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. Then fifth question, fifth most important repeated question എന്താണ്? Explain any 3 human activities responsible for land degradation. Land degradation ഒരു important question ആണ്. Land degradation ഉള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ദെൻ 2013 2015 ചോദിച്ചിട്ടുണ്ട്. ദെൻ ഹൗ ആർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ? നമ്മൾ ഓരോരുത്തരുടെയും പണി കൊണ്ടാണല്ലോ ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നത്. നമ്മളുടെ കയ്യിലിരിപ്പാണല്ലോ കാരണം. സോ എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സബ് ഹെഡിങ് കൊടുത്ത് 1 by 1 ആയിട്ട് പോയിന്റ് എഴുതണം എല്ലാ കുഞ്ഞുമക്കളും. ലെറ്റ്സ് സീ ദ ആൻസർ. ഫസ്റ്റ് വൺ, deforestation, large scale cutting of forest. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് കണ്ടില്ല, എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നു. ഓരോ സ്റ്റേറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു. ഡിഫോറസ്റ്റേഷൻ ഒരു കാരണമാണ് ലാൻഡ് ഡിഗ്രഡേഷന്, അല്ലെ? മരങ്ങളൊക്കെ നമ്മൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺ. ദെൻ ഓവർ ഗ്രേസിംഗ്, ഈ ഡിഫോറസ്റ്റേഷൻ ഉണ്ടായ സോയിൽ ഇറോഷനും കൂടി വരും, ആ ഒരു കാര്യം മറക്കരുത്. ദെൻ ഓവർ ഗ്രേസിംഗ്, എന്താ? കാറ്റിൽസ് ഫുള്ള് നമ്മളുടെ ഗ്രാസ് ലാൻഡ് ഫുള്ള് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ ഗ്രേസിംഗ് നടന്നാലും ലാൻഡ് ഡിഗ്രഡേഷൻ തന്നെയാണ്. ഓക്കെ, സോ ഓവർ ഗ്രേസിംഗ് ബൈ കാറ്റിൽ, അത് ഗുജറാത്തില്, രാജസ്ഥാൻ, ഇതൊക്കെ ഗ്രാസ് ലാൻഡുകളൊക്കെ ഡാമേജ് ചെയ്യുന്നു. സോയിൽ ഇറോഷൻ വീണ്ടും അവിടെ വരുന്ന ഒരു പ്രോബ്ലം ആണ്, നോട്ട് ചെയ്യുക. ദെൻ മൈനിങ് ആക്ടിവിറ്റീസ് ഓഫ് കോഴ്സ് കോസസ് ലാൻഡ് ഡിഗ്രഡേഷൻ. ജാർഖണ്ഡ്, ഏതൊക്കെ സ്റ്റേറ്റിലാ? ആ സ്റ്റേറ്റ് കൺസേൺഡ് സ്റ്റേറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റുകളെല്ലാം പഠിച്ചിരിക്കണം. ഡിഫോറസ്റ്റേഷൻ ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ഓവർ ഗ്രേസിംഗ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? മൈനിങ്, ഓവർ ഇറിഗേഷൻ, ഇതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതലുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ എല്ലാ കുഞ്ഞുമക്കൾക്കും സാധിക്കണം. ദെൻ ഓവർ ഇറിഗേഷൻ വരുമ്പോ പഞ്ചാബ് പല തവണ MCQൽ ചോദിച്ചിട്ടുണ്ട്. ഓവർ ഇറിഗേഷൻ കാരണം ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബിലാണ് ഓവർ ഇറിഗേഷൻ. ദെൻ ഹരിയാന വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഓവർ ഇറിഗേഷൻ കാരണം ഓവർ ആയിട്ട് ഇറിഗേറ്റ് ചെയ്താലും ഓഫ് കോഴ്സ് ലാൻഡ് ഡീഗ്രഡേഷൻ അത് കാരണമാകും. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഒരുപാട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയി നമ്മളുടെ ലാൻഡിലേക്ക് തള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് കാരണം ലാൻഡ് ഡീഗ്രേഡ് ആകുന്നുണ്ട്. സോ ലാൻഡ് ഡീഗ്രഡേഷൻ, ഓക്കെ, അത് ഏതെല്ലാം രീതിയിലാണ് ഇന്ത്യയിലെ ലാൻഡ് ഡീഗ്രേഡ് ആകുന്നത് മറക്കാതിരിക്കുക. ഡിഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിംഗ്, മൈനിങ് ആൻഡ് ഓവർ ഇറിഗേഷൻ, ദെൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെറ്റീരിയൽസ്. സോ എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും മറക്കരുത്, കാരണം ഇത്തവണത്തെ ബോർഡ് എക്സാമിനും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും കാണാൻ സാധിക്കും. അതുകൊണ്ട് റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത്തവണത്തെ ബോർഡ് എക്സാം നമ്മൾ അടിച്ച് പൊളിക്കും. SSTയുടെ കാര്യത്തിൽ A1ൽ കുറഞ്ഞ ഒരു മാർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സൂപ്പർ ആയിട്ട് എക്സാം എഴുതാം. സോ എല്ലാ കുഞ്ഞുമക്കളും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. അസാധാരണ പരീക്ഷയ്ക്കെന്തിന് സാധാരണ ട്യൂഷൻ? CBSE ബോർഡ് എക്സാമിനൊരുങ്ങാം മെന്റർ ബിയോടൊപ്പം. എക്സാം കില്ലർ 2.0 ക്രാഷ് കോഴ്സ് ഫോർ CBSE ക്ലാസ് 10 and 12. പങ്കെടുത്ത 80% കുട്ടികളെയും CBSE ബോർഡ് എക്സാമിന് 90% മുകളിൽ മാർക്ക് നേടി വിജയിക്കാൻ സഹായിച്ച മെന്റർ ബിയുടെ ഏറ്റവും സ്പെഷ്യൽ എക്സാം കില്ലർ ബാച്ച്. ഫോർ അഡ്മിഷൻസ് കോൺടാക്ട് മെന്റർ ബി 9207 449933.